ഹലോ ഓൾ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ആരി എംബ്രോയിഡറിയിൽ ചെയിൻ വിത്ത് സിഗ്സാഗ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ 2 കളർ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ത്രെഡൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന നീഡിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വന്നിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സിൽക്ക് ത്രെഡ് ഉണ്ടല്ലോ, നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണോ ആ ലെങ്ത്തിൽ നോട്ട് ഇട്ടിട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ക്ലാസ് 3 എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ഇടേണ്ടതെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മെൻഷൻഡ് ആണ്, അതായത് നീഡിൽ ഫ്രെയിമിൻ്റെ മുകളിൽ ഇപ്പോൾ ടോപ്പ് വ്യൂവിൽ എങ്ങനെയാണ് നീഡിൽ റൊട്ടേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ ഫ്രെയിമിൻ്റെ അടിയിൽ എങ്ങനെയാണ് നമ്മൾ ആ ത്രെഡ് നീഡിലേക്ക് ചുറ്റി കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒന്നും കാണാത്ത ആൾക്കാരാണെങ്കിൽ അത് പോയി കണ്ട് ചെയിൻ സ്റ്റിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റിച്ചസിലേക്ക് വരിക. ഓക്കെ, ഇപ്പോൾ ഞാൻ ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എണ്ണോട്ട് ഇട്ടിട്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഒരു കോൺട്രാസ്റ്റ് ത്രെഡ്. ഇപ്പോൾ ഞാനിവിടെ ഒരു യെല്ലോ ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് ആവശ്യമനുസരിച്ചിട്ട് എടുക്കുക, നോട്ട് ഇട്ടിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിന് ചുറ്റും സിഗ്സാഗ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഒന്നെങ്കിൽ മുകളിലോ അല്ലെങ്കിൽ താഴെയായിട്ടോ നമുക്ക് കുത്തി കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഈ കാണുന്ന പോലെ മുകളിലോ താഴെയെന്ന് ഉദ്ദേശിച്ചത് ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഇപ്പുറോ അപ്പുറോ എവിടെയെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഈ കാണുന്ന പോലെ സ്ലാൻറ്റായിട്ട് ഒരു പോയിന്റിൽ നിന്ന് അപ്പുറത്തെ പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോവാതെ സ്ലാൻറ്റായിട്ട് കുത്തി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആ ചെയിനിൻ്റെ മറ്റ് അപ്പുറത്തേക്ക് ഇങ്ങനെ ഈ കാണുന്ന പോലെ സ്ലാൻറ്റായിട്ട് നമ്മൾ അഗെയിൻ ഒരു ഇതിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു സിഗ്സാഗ് സ്റ്റിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അഗെയിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്റ്റിച്ച് ഇട്ടു. അഗെയിൻ നമ്മൾ അടുത്ത ഡയറക്ഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, കുത്തിയിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ, അഗെയിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. എടുത്തു, അഗെയിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. ഓക്കെ, നമുക്ക് വളരെ ഈസിയാണ് കേട്ടോ. ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് അതിൻ്റെ 2 സൈഡിലും ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഈ അപ്പുറവും ഇപ്പുറവും ആയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ സിഗ്സാഗ് ഇതിൽ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഈ കാണുന്ന പോലെ കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ സിഗ്സാഗ്, അതായത് ചെയിൻ ഇല്ലാതെ സിഗ്സാഗ് സ്റ്റിച്ച് മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസിലായിരുന്നു നമ്മൾ ഈ സിഗ്സാഗ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ സപ്പോസ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക, അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പം അത് കണ്ടിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അതിൽ ഞാൻ വന്നിട്ട് ഒരു സിഗ്സാഗ് ഷേപ്പിൽ സ്റ്റിച്ച് ഇട്ടിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ടാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നത്. പക്ഷേ ഇതിൽ ഞാൻ ലോക്ക് ഇടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് അധിക വീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്. ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ 2 സൈഡിലും തൊട്ടടുത്തായിട്ടുള്ള 2 സൈഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ലോക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കുറച്ചൊരു ബ്രോഡായിട്ട് കുറച്ച് നല്ല വീതിയിലാണ് നമ്മൾ സിഗ്സാഗ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ലോക്ക് ഇട്ടിട്ട് അടുത്ത ഡയറക്ഷനിലേക്ക് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഈ കാണുന്ന പോലെ തന്നെ ചെയ്യാം. ഇതിലിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇതിപ്പോൾ ഇങ്ങനെ ഹോൾ ഭയങ്കരമായിട്ട് കാണുന്നുണ്ടല്ലോ എന്ന്. അത് ഓഫ്കോഴ്സ് നമുക്ക് സിഗ്സാഗ് സ്റ്റിച്ച് ഇടുമ്പോൾ ചെറുതായിട്ടൊന്ന് ഹോള് കാണും, പക്ഷേ ഈ രീതിയിൽ നിങ്ങൾക്ക് കാണില്ല. ഇതിപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സൂം ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് ഈ ഹോള് ഭയങ്കരമായിട്ട് കാണുന്നത് കേട്ടോ. പിന്നെ വേറെ ഒന്ന് എന്താ വെച്ചാൽ ഇപ്പോൾ ചെറിയൊരു ഹോള് കാണുകയാണെങ്കിലും അത് പ്രോബ്ലം അല്ലേ, ബിക്കോസ് നമ്മൾ കുറേ സ്റ്റിച്ചസും ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഹോള് നമുക്ക് ഒട്ടും തന്നെ കാണത്തില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളിത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരുവിധമുള്ള സ്റ്റിച്ചസൊക്കെ നമ്മൾ കുറച്ചൊരു 11ഓളം ബേസിക് ക്ലാസ്സസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റിച്ചസ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഇത് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്.
ഓക്കെ, ഇപ്പോൾ നമ്മളിത് ഇവിടെ എൻ നോട്ട് ഇട്ടിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് കാണാൻ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ നമുക്ക് ആരി എംബ്രോയിഡറിയിൽ ഇതുവരെ നമ്മൾ പഠിച്ച സ്റ്റിച്ചസ് വെച്ചിട്ട് എങ്ങനെയാണ് ഡ്രസ്സസ് ഡിസൈൻ ചെയ്യാന്നുള്ളത് നോക്കാം കേട്ടോ. അതുകൂടാതെ ഈ സ്റ്റിച്ചസിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കാണാനായിട്ട് മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.